ഹേയ്, പുതുതായിട്ട് എത്തിയ പ്ലാൻസിൻ്റെ അപ്ഡേഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ നേഴ്സറി വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന മീഡിയം പ്ലാൻസുകളൊക്കെ നല്ല സേഫായി പാക്ക് ചെയ്ത് കൊറിയറായിട്ട് അയച്ചു തരും. വലിയ പ്ലാൻസുകൾ ഡയറക്റ്റ് വന്ന് എടുക്കാവുന്നതാണ്. തൃശ്ശൂർ ഷൊർണൂർ ഹൈവേയിൽ തന്നെയാണ് ഈ നേഴ്സറി വരുന്നത്. ആദ്യം സ്റ്റോക്കിലെത്തിയ വിദേശ മാവുകളെ പരിചയപ്പെടാം. ഫസ്റ്റ് മിയാസാക്കി മാവിൻ്റെ തൈകളാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 5 അടിക്ക് ഹൈറ്റുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകളാണ്. ഗോലക്ക് എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു മാവാണ്. അതിൻ്റെ വളരെ ചെറിയ തൈകൾ, ഒരു 3 പീസൊക്കെയാണ് നല്ല തൈകൾ കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ക്യൂണിൻ്റെ ഏകദേശം ഒരു 4 അടിക്ക് ഹൈറ്റുള്ള 550 രൂപയ്ക്ക് കൊടുക്കുന്ന ക്വാളിറ്റി പ്ലാന്റ്സുകൾ സൂപ്പർ ക്യൂൺ എത്തുന്ന നല്ല ഹെവി സൈസിൽ കായ്ക്കുന്ന മാങ്ങയാണ്. ഇത് നാംഡോക്കുമായുടെ ബഡ് ചെയ്ത തൈകളാണ്. ബഡ് ചെയ്ത് വന്നത് ഗ്രീനും ഗ്രാഫ്റ്റ് ചെയ്ത് വന്നത് ഗോൾഡുമാണ്. കമ്പാരിറ്റീവ്ലി ഒരു ഗോൾഡിൻ്റെ കളർ സൈസ് കുറച്ച് കുറവാണ്, കായപിടുത്തം കുറച്ച് കുറവാണ്. കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ ബഡ് ചെയ്ത് വന്ന തൈകൾ ഏകദേശം ഒരു 3 അടിക്ക് മുകളിൽ ഹൈറ്റുള്ള നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. R2E2 മാംഗോയുടെ ബഡ് ചെയ്ത് വന്ന തൈകളാണ് ഇപ്പോൾ കാണുന്നത്. 550 രൂപയാണ് R2E2 റേറ്റ് വരുന്നത്. നന്നായിട്ട് കായ പിടിക്കുന്നൊരു വെറൈറ്റിയാണ്. ബനാന മാംഗോയുടെ തൈകൾ ഏകദേശം 4 അടിക്ക് ഹൈറ്റ് ഉണ്ട്. 500 രൂപക്കാണ് കൊടുക്കുന്നത്. ബഡ് ചെയ്ത് വന്ന നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകൾ 500 രൂപക്കാണ് ബനാന മാംഗോയുടെ കൊടുക്കുന്നത്. നാംഡോക്കുമായി 400 രൂപയാണ്. കാറ്റിമോണിൻ്റെ തൈകളാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം 4 അടിക്ക് ഹൈറ്റുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന 1.5 വർഷം കൊണ്ടൊക്കെ ഈസിയായി കായ്ക്കുന്ന, ഒന്നിലധികം തവണ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് കാറ്റിമോൺ. നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകളുണ്ട്. നീലൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന നല്ല തൈകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇത് ചന്ദ്രകാരൻ്റെ ബഡ് ചെയ്ത് വന്ന തൈകളാണ്. 350 രൂപക്കാണ് ചന്ദ്രകാരൻ്റെ ബഡ് ചെയ്ത് വന്ന തൈകൾ കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. റെഡ് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ തൈകളാണ്. സ്വീറ്റ് ലൂബിയുടെ തൈകളാണ് ഈ കാണുന്നത്. 500 രൂപയാണ് സ്വീറ്റ് ലൂബി വരുന്നത്, ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകൾ വരുന്നത്. പാകിസ്ഥാൻ മൽബറിയുടെ തൈകളാണ്. യെല്ലോ കളറിൽ കായ്ക്കുന്ന നല്ല വെറൈറ്റി. 400 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ദിൽഹിരി ചാമ്പ, ഉമ്മർ ചാമ്പയുടെയൊക്കെ നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. ദിൽഹിരി ചാമ്പയുടെ ലെയർ ചെയ്ത് വന്ന തൈകൾ 300 രൂപയും ഉമ്മർ ചാമ്പ 350 രൂപക്കാണ് തൈകൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് മീഡിയം പ്ലാന്റ്സുകളാണ്. അതൊക്കെ കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും. കടച്ചക്കട തൈകളാണ്. വിയറ്റ്നാം സൂപ്പർ ഓയിലിൻ്റെ കുറച്ച് ബഡ് ചെയ്ത വലിയ തൈകളാണ്. 350 രൂപക്ക് കൊടുക്കുന്ന അത്യാവശ്യം നല്ല ബുഷിയായ തൈകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇനി നമുക്ക് വലിയ പ്ലാന്റ്സുകൾ സ്റ്റോക്കിലെത്തിയ വലിയ പ്ലാന്റ്സുകളുടെ കളക്ഷൻ കാണാം. ഫസ്റ്റ് കാലാപ്പാടിയുടെ നല്ല ബുഷിയായിട്ട് വന്ന 850 രൂപക്ക് കൊടുക്കുന്ന ക്വാളിറ്റി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. വിയറ്റ്നാം സൂപ്പർ എർലി J33 ചക്കയുടെ ഒരു 6 അടിക്ക് മുകളിൽ 7 അടിക്ക് ഹൈറ്റില്ല നല്ല ബുഷിയായ J33 നല്ല പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. ഇത് നാംഡോക്മായുടെ ബഡ് ചെയ്ത് വന്ന തൈകളാണ്. 1400 രൂപ കൊടുക്കുന്ന തൈകളാണ്. കോട്ടൂർ കോണം, അതുപോലെ കൊളമ്പിൻ്റെയൊക്കെ ഒരു 7 അടിക്ക് ഹൈറ്റില്ല 850 റേഞ്ചിൽ കൊടുക്കുന്ന അടുത്ത കൊല്ലം എന്തായാലും കായ്ക്കാവുന്ന സൈസുള്ള തൈകൾ നാംഡോക്മായുടെ. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകളാണ്. ഒക്കെ നല്ല കടവൺ, നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ്. പ്രിയൂരിൻ്റെ വലിയ തൈകളുണ്ട്, മൽഗോവയുടെ വലിയ തൈകളുണ്ട്, കോശേരിയുടെ വലിയ തൈകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനായിട്ട് മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം